നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കീഴാർനെല്ലിയാണ്. കീഴാർനെല്ലി ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളൊരു സസ്യമാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗവും ഉപയോഗ രീതികളൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കീഴാർനെല്ലി പ്രധാനമായും 2 നിറത്തിലാണുള്ളത്. ഇളം ചുവപ്പ് നിറമുള്ള കീഴാർനെല്ലിയും പച്ച നിറത്തോടുകൂടി ഇലകളുള്ള കീഴാർനെല്ലിയും. നനവാർന്ന സമതലങ്ങളിലും വീട്ടുപറമ്പുകളിലും നന്നായി വളരുന്ന ഒരു ചെറു സസ്യമാണ് കീഴാർനെല്ലി. ഫില്ലാന്തസ് ഡെബ്ലിസ് എന്നാണ് കീഴാർനെല്ലിയുടെ ശാസ്ത്രീയനാമം. കീഴാർനെല്ലി ചെടികൾക്ക് ശരാശരി 1/2 അടിയോളമാണ് ഉയരമുള്ളത്. ഇതിൻ്റെ ഇലകൾക്ക് പുളി ഇലയോട് സാദൃശ്യമുണ്ട്. കഫത്തെയും വിഷശക്തികളെയും കുറയ്ക്കാൻ കീഴാർനെല്ലിക്ക് കഴിവുണ്ട്. ഉദരരോഗങ്ങളെ ചെറുക്കാൻ വളരെ നല്ലതാണ് കീഴാർനെല്ലി. മഞ്ഞപ്പിത്തത്തിനെതിരായ കീഴാർനെല്ലിയുടെ ഔഷധശക്തിയെ എല്ലാ ചികിത്സാ മാർഗങ്ങളിലും അംഗീകരിച്ചിട്ടുള്ളത് തന്നെയാണ്. മഞ്ഞപ്പിത്തത്തിനെതിരായ ഒറ്റമൂലി എന്ന നിലയിൽ പേരുകേട്ട ഔഷധമാണ് കീഴാർനെല്ലി. കീഴാർനെല്ലി സമൂലം എടുത്ത് ഇടിച്ചു പിഴിഞ്ഞ് ആ നീര് നമ്മൾ സേവിക്കുകയാണെങ്കിൽ മഞ്ഞപ്പിത്തത്തിന് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും. കീഴാർനെല്ലി ഇട്ടു തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായകമാണ്. കീഴാർനെല്ലി അരച്ച് എണ്ണ കാച്ചി തലയിൽ തേക്കുന്നത് കേശവർദ്ധനവിന് ഉത്തമമാണ്. കീഴാർനെല്ലിയെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.